എന്ന് പറയാൻ ഉദ്ദേശിച്ചത് LGBTQ എനിക്ക് അവരെ ഇഷ്ടമാണ്. LGBTQ ഞാൻ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. യെസ്, ഓഫ് കോഴ്സ്. കാരണം അവരും മനുഷ്യരാണ്. നമ്മൾ എന്തിനാണ് അവരെ നിർത്തി? ഞാൻ എപ്പോഴും അവരോട് അനുകൂലിച്ച് സംസാരിക്കുന്ന വ്യക്തിയാട്ടോ. എനിക്ക് ഉറപ്പാണ്. എനിക്ക് അങ്ങനെ സുഹൃത്തുക്കൾ മീൻസ് ഞാൻ അവരൊക്കെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹേദി സാദിയുടെയും രഞ്ജുമാരെയൊക്കെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. എനിക്ക് രഞ്ജുമനെയൊക്കെ നമ്മൾ ഇന്റർവ്യൂ ചെയ്തപ്പോഴും എനിക്ക് അവരോട് ഭയങ്കര റെസ്പെക്റ്റും ആരാധനയുമാണ്. കാരണം അവരുടെ ഫൈറ്റേഴ്സിനെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. സമൂഹത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടി പല ചവിട്ട് കിട്ടിയിട്ടും അതിലൊക്കെ ഫൈറ്റ് ബാക്കിംഗ് ആണ് തയ്യാർ. ഇനി അവരുടെ അടുത്ത ജനറേഷൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ സമൂഹത്തിന്റെ ഉന്നതനിലങ്ങളിൽ കയറും. അതിലൊരു സംശയമില്ല. നല്ല മാറ്റം വരും. അപ്പൊ അതുകൊണ്ട് ഒരു പെൺകുട്ടിക്ക് പെൺകുട്ടിയോട് ഇഷ്ടം തോന്നുന്നതിനോട്, ഒരു ആൺകുട്ടിക്ക് ആൺകുട്ടിയോട് ഇഷ്ടം തോന്നുന്നതിനോ ഞാൻ 100% സപ്പോർട്ട് ചെയ്യും. കാരണം അവരുടെ ഫീലിങ്സ് ആണ്. എടാ ഞാൻ പറയട്ടെ, ഞാൻ ഇപ്പൊ കാണുന്ന ഏറ്റവും നല്ല ഒരു ലവ് സിംബൽ എന്ന് പറഞ്ഞാൽ ആദില നൂറ, നമ്മുടെ ലെസ്ബിയൻ കപ്പിൾസ് ആണ്. അവർ ഇത്രയും വർഷമായിട്ട് ആരുടെയും സപ്പോർട്ട് ഇല്ലാതെ, സ്ത്രീധനമില്ല, മതമില്ല, ജാതിയില്ല, ജെൻഡർ ഇല്ലാതെ സ്നേഹം എന്നൊരൊറ്റ കാര്യത്തിൽ മുന്നോട്ട് പോകുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ്. ഒരു പക്ഷേ ഏറ്റവും നല്ല മാതൃകയായിട്ടുള്ള റൊമാൻസ് ഏതാന്ന് ഇന്ന് ചോദിച്ചാൽ ഞാൻ അവരെ ചൂണ്ടിക്കാണിക്കും.